സംഭവം പറഞ്ഞുതരാം. ഞാൻ ഇപ്പൊ കളി തുടങ്ങിയിട്ട് 10, 11 മാസം ആയെന്ന് തോന്നുന്നു. 10 മാസം വരുന്നത്. ഇതിന്റെ ഇടയ്ക്കാണ് ഞാൻ കളി തുടങ്ങുന്നത്. ഫസ്റ്റ് കളി സ്റ്റാർട്ട് ചെയ്യുന്നത് KVP ന്നാണ്. അപ്പൊ മീൻസ് ഞാൻ ഉള്ളത് പോലെ പറയുന്നത്. അല്ലാതെ മറ്റേ ആദ്യമേ ഒന്നും പറയുന്നില്ല. ഡ്രീം ഗ്യാങ് ടിവിയാണ് അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും അതല്ല റീസൺ. വേറെ കുറെ ഉണ്ട് കാര്യങ്ങൾ. എനിക്ക് എന്റെ ആദ്യം എനിക്ക് കയറണം എന്നുള്ള ഗ്യാങ് മാസായിരുന്നു. അപ്പൊ അവിടെ നിന്ന് കയറണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ഗ്രൈൻഡിങ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ KVP ന്നാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. ഞാൻ KVP ന്നാണ്. V2 ലാസ്റ്റ് രണ്ടര ആഴ്ച എന്തോ ബാക്കി വന്നപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കളിച്ചൊക്കെ. ആ ടൈമിൽ ഒറ്റ ഉദ്ദേശമുള്ളൂ, മാസിൽ കയറുക, എങ്ങനെയെങ്കിലും കളിച്ച് മാസിൽ കയറുക. എന്റെ 2ാം ക്ലാസ്സിൽ നിന്നോട്ട് ലാസ്റ്റ് PC എന്തോ കൈ കൊണ്ട് വിടുന്നത്. അത് കഴിഞ്ഞ് ചേട്ടൻ ഈ ഡിഗ്രിക്ക് കയറി ഫസ്റ്റ് ഇയർ തീരാറായപ്പോഴാണ്, സെക്കൻഡ് ഇയർ സ്റ്റാർട്ടിങ്ങിലാത്തോണ് ഞാൻ PC എടുക്കുന്നത്, അല്ല ലാപ്പ് എടുക്കുന്നത്. ചേട്ടൻ എടുത്തു തന്നെ എനിക്ക്. അത് കഴിഞ്ഞ് ഇരുന്ന് ഗ്രൈൻഡ് ചെയ്ത് അവിടെ V2 ഫസ്റ്റ് അടിച്ച് മാസിൽ കയറി. മാസ് ഡിസ്മാൻഡിലായി. ആ ഒരു ടൈം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. മാസ് ഡിസ്മാൻഡിൽ ചെയ്ത് എനിക്ക് നോക്കുമ്പോ മീൻസ് എന്റെ ഒരു ഡ്രീം ഗ്യാങ് മാസായിരുന്നു ആ ടൈമിൽ. അപ്പൊ ആ ടൈമിൽ കേറിയ ഗ്യാങ് ഡിസ്മാൻഡിൽ ആവുന്നു, ഗ്രൈൻഡ് ചെയ്തതൊക്കെ വെറുതെ ആവുന്നു. ആ ഒരു ഫീലിംഗ് നിന്ന ടൈമിലാണ് സെന്നിക്സ് എന്നെ വിളിക്കുന്നത്. സെന്നിക്സ് MRC കയറിയ ടൈം തൊട്ട് എന്നെ വിളിക്കുന്നുണ്ട് അങ്ങോട്ട്. സെന്നിക്സ് എന്റെ കൂടെ KVP കളിച്ചാണ്. KVP തൊട്ട് എനിക്ക് സെന്നിക്സിനെ അറിയാം. സെന്നിക്സ് കുറെ ആളുണ്ട് ഞാൻ മാസി കളിക്കുന്ന ടൈമിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ കാര്യം അവിടെ പറയുന്നുണ്ടായിരുന്നു അവൻ കുറെ ആള്. പിന്നെ ഇങ്ങനെ നിന്നപ്പോ എന്നെ മാസിന്ന് തന്നെയാലും എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു. എന്ത് പറഞ്ഞു ഇത്രയും നാൾ വെറുതെ ഗ്രൈൻഡ് ചെയ്തൊന്നും വെറുതെ ആവരുത്, നല്ല ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ പോണം എന്ന രീതിയിലാണ് ഞാൻ MRCയിലോട്ട് കയറുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. ആ ഒരു രീതിയിലാണ് ഞാൻ MRC കയറിയത്. MRC കയറിയിട്ട് ചിലവർ പറയുന്ന കേട്ട് MRC ആണ് കളി പഠിപ്പിച്ചതെന്ന് കുറച്ച് പേര് പറയുന്ന കേട്ട്. വേറെ ആരുമല്ല, ഞാൻ ചാറ്റിലും അല്ലാതെയൊക്കെ കണ്ടതാണ്. MRC നല്ല കളി പഠിച്ചത്. ഇപ്പോഴും പറയണം MRC ഞാൻ ഏറ്റാക്കി അങ്ങനെയൊന്നും അല്ല പറയുന്നത്. MRC എന്നാണ് ആൾക്കാർ എന്നെ അറിയുന്നത്, അത് ശരിയാണ്. പക്ഷെ കളി പഠിച്ചത് സ്റ്റാർട്ട് ചെയ്തത് KVP ന്നാണ്. കളി പഠിച്ച് സിറ്റുവേഷനൊക്കെ കളിച്ച് പഠിച്ചത് ഞാൻ മാസിന്ന് തന്നെയാണ്. അതെവിടെയാണെങ്കിലും ഞാൻ അങ്ങനെ പറയൂ. പിന്നെ ആൾക്കാരിലോട്ട് അറിഞ്ഞത് MRC വഴിയാണ്. അതല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, എവിടെയും പറയുന്നില്ല ഞാൻ അതല്ലെന്ന്. എവിടെയും പറയാൻ അങ്ങനെ പറയാൻ തോന്നുന്നില്ല. അത് അത് തന്നെയാണ് റീസൺ. എല്ലാവരും അറിഞ്ഞോളും. പിന്നെ വേറൊരു കാര്യം, ഓരോ ആൾക്കാർ പുഷ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുത്ത് തന്നെയാണ് ഓരോ ആൾക്കാരും അറിയപ്പെടുന്നത്. ഒന്നുമില്ലായ്മയിൽ നമുക്ക് വളരുന്നൊക്കെ ഭയങ്കര റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് ആണ്. ഇവിടെ ഈ സിറ്റിയിൽ എത്രയോ ഗ്യാങ്ങിൽ എത്രയോ സ്ട്രീമേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും അറിയാവോ? നല്ലൊരു ഗ്യാങ് കയറുമ്പോഴേ അതും അവരുടെ എഫേർട്ട് കണ്ടിട്ട് മാത്രമാണ് എല്ലാവരും അറിയുന്നത്. അങ്ങനെയാണ് MRC കയറി. MRC പിന്നെ വീണ്ടും സ്പ്ലിറ്റായി. രണ്ടാകുമ്പോ ഒരു കാര്യം ഷെയ്ഖ് അന്ന് പറഞ്ഞായിരുന്നു, ഷെയ്ഖിന്റെ ഫാമിലിന്ന് ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇഷ്യൂ ഒക്കെ ഉണ്ട്. കാര്യം ഡെയിലി 23 മണിക്കൂർ 24 മണിക്കൂറൊക്കെ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്ത ദിവസമുണ്ട് TDMൽ. മീൻസ് ഞാൻ ലൈവ് ഇടാത്ത ടൈമിൽ. അത് മാസി കളിക്കുമ്പോഴും KVP കളിക്കുമ്പോഴും 24 മണിക്കൂർ ഞാൻ വീട്ടിലെ ഹോളിൽ ഇരുന്നാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും എന്റെ വീട്ടുകാരൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നുണ്ട്, മീൻസ് എനിക്ക് ഈ ഗെയിം അത്ര ഇഷ്ടമാണ്. ഞാൻ വേറെ ഗെയിം ഒന്നും കളിക്കൂല. വേറെ ഗെയിം കളിക്കൂലെന്ന് ഭയങ്കര പ്രൗഡായിട്ടൊന്നും പറയല്ല. അത് ഫസ്റ്റ് ആണെന്ന് അറിയാം, വേറെ ഗെയിമൊക്കെ കളിക്കണം. ഞാൻ പറഞ്ഞതാ, വേറെ ഗെയിമൊന്നും ഞാൻ അങ്ങനെ കളിക്കാറില്ല. അവിടെ ഫൈവ് മാത്രമാണ് ഗ്രൈൻഡ് ചെയ്യുന്നത്. ആ ടൈമിലാണെങ്കിൽ വീട്ടുകാർ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. അവർക്കറിയാം ഞാൻ ഇഷ്ടമുള്ളതാണ് ചെയ്യുന്നത്. പഠി പഠിത്തം ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്, അതിൻ്റെ കൂടെ കളിക്കുന്നുണ്ട്, വേറെ സീനൊന്നുമില്ല. അപ്പൊ വീട്ടുകാർ ആ ടൈമിൽ പറഞ്ഞു, മീൻസ് എനിക്കറിയാം, ആസ് എ പ്ലെയർ എനിക്കറിയാം MRCയുടെ കുറെ ഇഷ്യൂ വെളിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്റെ പേരൊന്നും ഇല്ല, പക്ഷെ വീട്ടുകാരെ നോക്കുന്ന ഒരേ ഒരു സാധനം ആ ടാഗാണ്. MRC എന്ന് പറഞ്ഞ ആ ഒരു ടാഗ് മാത്രമാണ് വീട്ടുകാർ നോക്കുന്നത്. അപ്പൊ അവർക്ക് എന്റെ അത്രയും നാളെ പറയാത്തവർ, അല്ലെങ്കിൽ എന്റെ ചേട്ടൻ, അല്ലെങ്കിൽ അവരെല്ലാരും പറഞ്ഞു ആ ടാഗ് വേണ്ട. കാര്യം ആ ഇഷ്യൂ നിങ്ങൾക്ക് അറിയാം, ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല ഇഷ്യൂ നിന്നത്, എല്ലായിടത്തും നിന്ന്. എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ കേരളം മൊത്തം അറിഞ്ഞ ഇഷ്യൂ. കോളേജിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാവരും പറഞ്ഞു MRCയിലുള്ളതല്ലേ, എല്ലാവരും ആ ഒരു ഇതിലേ കാണൂ, അല്ലാതെ വേറൊന്നുമല്ല. അത് കഴിഞ്ഞപ്പോ നിങ്ങൾ കുറെ പേര് പറയുന്നു ഇപ്പൊ ഷെയ്ഖും ഈ റീസൺ പറഞ്ഞല്ലേ ഇറങ്ങിയത്. എടാ, അവരുടെയൊക്കെ ഫ്രണ്ടിൽ ഷെയ്ഖും MRC തന്നെയാണ്. ഷെയ്ഖ് വേറെ ഗ്യാങ്ങിൽ പോയാലും ഷെയ്ഖും MRC തന്നെയാണ്, വേറൊന്നുമല്ല റീസൺ. പിന്നെ വാൽഹാല, ആ ഒരു ഗ്യാങ്, അതും റീസൺ ഉണ്ട്. ഞാൻ ഇവിടെ എനിക്ക് അത്രയും പരിചയമുള്ളത് നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇത്രയും നാളെ MRC വന്നിട്ട് അങ്ങനെ എല്ലാവരുമായിട്ടും വലിയ കമ്പനി ഒന്നും ആയിട്ടില്ല. ലൈവ് ആണെങ്കിലും നോക്കിയത് ഇപ്പൊ ഈ ലാസ്റ്റ് ഒരാഴ്ചത്തെ ലൈവ് ആയിരിക്കും നിങ്ങൾ കണ്ടിട്ട് ഈ പറയുന്നത്. ഇത്രയും നാളും ഞാൻ അങ്ങനെ ആരുമായിട്ടും അത്ര കമ്പനിയൊന്നും ആയിട്ടില്ല. ഞാൻ ഇവിടെ മാസിൽ വന്നിട്ട് ഞാൻ 4-5 മാസമായിട്ടാണ് കമ്പനി ആയത്. പക്ഷെ ഇവിടെ കമ്പനി ആയ എല്ലാം നല്ല ബോണ്ടാണ് എനിക്ക്.
ഞാൻ അറിഞ്ഞു. ഇപ്പൊ വാൽഹലട്ട് ഇവിടെ മാസിലെ കുറച്ച് പ്ലേയേഴ്സ് കയറുന്നുണ്ടെന്ന് അറിഞ്ഞ്. അപ്പൊ എനിക്ക് അവരുടെ ഓപ്പോസിറ്റ് കളിക്കാൻ നല്ല പാടുണ്ട്. അപ്പൊ നിങ്ങൾ ശരിക്കും ടി വിയിൽ പോയാലും ഓപ്പോസിറ്റ് കളിക്കണ്ടായിരുന്നു. ഇതേ പ്ലേയേഴ്സ് തന്നെയാണ് സി എമ്മിലും കളിച്ചുകൊണ്ടിരുന്നത്. അതിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം. റാസ്യൂസ്, വാൽഹാല ഇത് സിറ്റിക്കകത്ത് സിറ്റുവേഷൻ ആയ എങ്ങനെയാ പോകുന്നതെന്ന് അറിയാം. സിറ്റിക്കകത്ത് തന്നെ നിൽക്കൂല. നല്ല രീതിക്ക് ഓസി ട്രാക്ക് ആവും. നല്ല രീതിക്ക് പ്രശ്നമാവും. എല്ലാം അറിയാം. എനിക്ക് അവരുടെ ഓപ്പോസിറ്റ് കളിച്ച് ചുമ്മാ ഓരോ കോൺട്രവേഴ്സിയിൽ ഇനി അവർ തമ്മിൽ അടിയാകുമ്പോൾ ഓരോ ഓസി ട്രാക്ക് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് ഇതിന്റെ ഇടയിൽ നിന്ന് സമാധാനമാണ്. പിന്നെ വീട്ടുകാരും പറഞ്ഞു ഇങ്ങനെ നിൽക്കണ്ടെന്ന്. കളിച്ചോണ്ടിരിക്കുന്ന ഒരു സ്ഥലം റെഡി അല്ലെങ്കിൽ വെറുതെയാണ്. ഗ്രൈൻഡിങ്ങും ഇതൊക്കെ ചെയ്യുന്നത് വെറുതെയാണ്. നമുക്ക് മര്യാദയ്ക്ക് ഒരു പീസില്ലാതെ കളിച്ചിട്ട് കാര്യമില്ല. പിന്നെ ടി വിയിൽ കയറിയ കാര്യം ഞാൻ 1 മാസം 2 മാസം ഒന്നും അങ്ങനെ സ്ലോട്ട് ചോദിച്ച് നടന്ന് കയറിയതല്ല. ഞാൻ ആ MRC സ്പ്ലിറ്റ് ആയ ടൈമിൽ തന്നെ ഞാൻ ഇങ്ങനെ സേതു ബ്രോന്റെ അടുത്ത് പറഞ്ഞു, എന്ത് ചെയ്യും, ഞാൻ കയറുന്ന ഗ്യാങ് എല്ലാം ഇങ്ങനെയാണ്. എനിക്ക് ഗ്രൈൻഡ് ചെയ്യുന്നൊക്കെ വെറുതെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ KVP കളിച്ച ടൈമിൽ KVP സിറ്റുവേഷൻ എന്ന് പറഞ്ഞ VC സാധനം വരാൻ ഇല്ലായിരുന്നു. ബ്രാവോ പറയുന്നുണ്ട് ചാറ്റില്. അലക്സേ ഞാൻ പോവാം ഒന്ന് പറഞ്ഞു ഇടിച്ചല്ല. ഞാൻ KVP കളിക്കുന്ന ടൈമിലാണെങ്കിലും KVP ആ 2 മാസം സിറ്റുവേഷൻ ഇല്ല. ഞാൻ അവിടെ ഒരു സിറ്റുവേഷൻ എന്താണ് കളിച്ചത്, മാസി കയറി. മാസിൽ എത്ര ഒരു ദിവസം ഒരു സിറ്റുവേഷൻ 2 സിറ്റുവേഷൻ എന്താ ഞാൻ കളിച്ചില്ല. അത് കഴിയുമ്പോൾ മാസ് ഡിസ്ബാൻഡിലായി. അങ്ങനെ ഞാൻ MRC കയറി, MRC 2 ഇതൊന്നും ഞാൻ കാരണം എന്നല്ല പറയുന്നത്. പക്ഷെ ഞാൻ പറയാം, ഇത്രയും ഗ്രൈൻഡും ചെയ്ത് കളിച്ചിട്ട് ഒരു ഉപയോഗമില്ലാത്ത രീതിയിൽ ഉള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ബ്രാവോ വയസ്സിലോട്ട് കളിക്കുന്നല്ലോ. പോവാം, ഒന്ന് പറഞ്ഞോട്ടെ ബ്രാവോ ഒരു സെക്കൻഡ്. ഞാൻ കമന്റ് ഒന്നും നോക്കുന്നില്ല, ഞാൻ ഇരുന്ന് പറയാ. പിന്നെ നിങ്ങൾ കുറച്ച് പേര് പറയുന്നുണ്ട് ഫെയിം നോക്കിപ്പോയി. ഇത്രയും പേര് ഇപ്പൊ എന്നെ ഇരുന്ന് തെറി വിളിക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ അറിയാവുന്നുണ്ടോ? എനിക്ക് ഇവിടുന്ന് ഫെയിം കിട്ടിയില്ലെന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെയല്ലേ ഇത്രയും പേര് ഇരുന്ന് തെറി വിളിക്കുന്നത് തന്നെ. അതിലൊന്നും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഫെയിം പൈസ നോക്കിപ്പോയി. എടാ, എൻ്റെ അടുത്ത് ഓൾറെഡി അവിടെ നിന്ന് ഒരു PC കാര്യം പറഞ്ഞു. അത് ഷെയ്ക്കും ഇന്നലെ ലൈവിൽ പറഞ്ഞു PC കാര്യം. PC കിട്ടുമെന്ന് ഇത്ര ഉറപ്പുള്ള ഗ്യാങ്ങിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ട ആവശ്യം എന്താ? ഫെയിം പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ല എനിക്ക്. നിങ്ങളത് ആലോചിച്ച് നോക്ക്. ഫെയിമിനും പൈസയ്ക്കും വേണ്ടി മാത്രമൊന്നും അല്ല ഇറങ്ങുന്നത്. ഇത്രയും ഗ്രൈൻഡ് ചെയ്തിട്ട് എനിക്ക് ഇനിയും അങ്ങനെ ഒരു സ്പ്ലിറ്റിലോട്ടൊന്നും പോകാൻ വയ്യ. ഞാൻ VCയിലോട്ടൊന്നും. ഹലോ, സംസാരിക്കേ പറഞ്ഞ കുറെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. പറഞ്ഞെല്ലാം പറഞ്ഞു തീർന്നോ? അല്ല, ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ഒരു ഫെയിമിന് വേണ്ടി പോയി. എടാ, ഇവിടെ ഫെയിം ഉണ്ട്. ഫെയിം ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും പേര് ഇപ്പൊ അറിഞ്ഞ് വന്നിരുന്ന് തെറി വിളിക്കുന്നത്. സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും തെറി വിളിയാണെങ്കിലും ഇത്രയും നാൾ അറിഞ്ഞുകൊണ്ടല്ലേ വിളിക്കുന്നത് നിങ്ങൾ വന്ന്. ഓൾറെഡി പറഞ്ഞു, ഷെയ്ക്കുന്ന ലൈവിൽ പറഞ്ഞു PC കാര്യമൊക്കെ. അങ്ങനെ PC കിട്ടുമെന്ന് ഇത്ര ഉറപ്പുള്ള ഒരു ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങേണ്ട എന്താ ആവശ്യം എനിക്ക്? അത് മാത്രമാണ് ഞാൻ നോക്കുന്നെങ്കിൽ. വേറെ ഒന്നും ഇല്ല പറയാം. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊന്നും പ്ലേയേഴ്സ് എന്ന രീതിയിൽ എനിക്ക് ഈ വീട്ടിൽ നിന്നുള്ള ഇതൊക്കെ ഭയങ്കര കാര്യമാണ്. കാര്യം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം കറക്റ്റ് അല്ലെങ്കിൽ ഈ കളിക്കുന്നതൊക്കെ വെറുതെയാണ്. നെഗറ്റീവ് വൈബ് ഇരുന്ന് കളിക്കുന്ന കാര്യം ഇത്രയും നാൾ അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്നെ. മീൻസ് ലൈവ് ഇടാതെ ഞാൻ ഇഷ്ടംപോലെ മാസം ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തതാണ്. ആ ടൈമിലും വീട്ടിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും എനിക്ക് ഫുള്ള് സപ്പോർട്ടായിരുന്നു. ഹലോ 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 ഹലോ, ഹലോ 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 ഹായ് ഹായ്. എന്താണ് അപ്പാ പരിപാടി? എന്താ ബ്രോ, പുതിയ ആളാണല്ലോ, മനസ്സിലായല്ലോ ആരാ അത്? ആര്? എന്റെ പേര് ഇറ്റാച്ചി. ഓ ഇറ്റാച്ചി. ഹായ് ബ്രോ. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. അലക്സ ലൈവ് ആയിരുന്നു. അപ്പം അവന്റെ കമന്റിൽ മൊത്തം എന്തായിരിക്കും ഊഹിക്കാലോ. അറിയാം. അത് ഇവിടെ വന്നായിരുന്നു കുറച്ചു പേര്. ആണോ? പിന്നെ എടാ, ഞാന് ഇപ്പൊ കുറച്ച് കാണുന്നവരോട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. അതായത് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് പരിപാടി ശരിയല്ല. ഡബിൾ സ്റ്റാൻഡേർഡ് പരിപാടി ഒട്ടും ശരിയുള്ള കാര്യമല്ല. കാരണം MRCയിൽ ഓരോ പ്ലേയേഴ്സിനെ എടുത്തത് പല ഗ്യാങ്ങിൽ നിന്ന് വിളിച്ചിട്ടാണ് ചെന്നത്. അന്ന് അവരവിടെ ചെന്നപ്പോഴത്തേക്ക് അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റി എന്ന് പറഞ്ഞ ആൾക്കാർ അവിടുന്ന് ഒരാൾ പോകുന്നതിന് എന്തിനാണ് ഇത്ര ദേഷ്യം? എന്തിനാണ്?
എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കറക്റ്റ്. മാലിക്കിനെ KVന്ന് എടുത്തു. അന്ന് പറഞ്ഞ റീസൺ എന്താ പറഞ്ഞേ? അന്നെന്തോ റീസൺ പറഞ്ഞായിരുന്നല്ലോ. അന്നെന്തോ റീസൺ പറഞ്ഞു, എന്താ അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടി, അതുകൊണ്ട് അവർ വന്നു. അതിന് നിങ്ങളിങ്ങനെ എന്താണ് പറയുക, ഹെയ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു സംഭവം പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ക്വാർട്ടറിനെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്തു. അപ്പോഴും പറഞ്ഞത് സെയിം കാര്യം തന്നെയല്ലേ? സത്യം അല്ലേ? ഇവന് ബെറ്റർ ഓപ്ഷൻ കിട്ടിയപ്പോ നിങ്ങൾക്ക് കടി. ഇവന് വെറുതെ അവനിപ്പം അവിടുന്ന് കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ടോ അല്ല ചാടി പിരിച്ച് ഇങ്ങോട്ട് വന്നത്. അവൻ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു, എടാ ഒരാള് അവനിപ്പോ നിനക്ക് എത്ര വയസ്സുണ്ട് അലക്സ? ഇപ്പം 21 വയസ്സ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ ഇപ്പോഴും ഈ പറയുന്നത് പോലെ അവൻ്റെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് അവൻ താമസിക്കുന്നത്. അവൻ താമസിക്കുന്നത് അവൻ്റെ വീട്ടിലാണ്, അല്ലാതെ അവൻ ഒറ്റയ്ക്ക് വീടെടുത്ത് താമസിക്കുകയൊന്നും അല്ല. ഇത് അമേരിക്കയൊന്നും അല്ല, ഇത് ഇന്ത്യയാണ്, കേരളമാണ്. അപ്പോൾ അവൻ്റെ വീട്ടുകാരെ കൂടെ നോക്കണം, മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലാക്കുക ചെയ്യേണ്ടത്. ഇത്രയൊക്കെ പ്രശ്നം വരുമ്പം ആ ചെറുക്കൻ അവിടെ കളിക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വീട്ടിലിരുന്ന് ഇങ്ങനെ പ്രഷർ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്യും? ഇത് ചെറിയ ഇഷ്യൂസ് ഒന്നും അല്ല ഗൈസ്. അത് അവരുടെ വീട്ടിലും നിങ്ങൾക്ക് അറിയാത്തോണ്ട് അവിടെ കളിക്കുന്ന ഓരോരുത്തരുടെ വീട്ടിൽ ഇത് അറിയുമ്പോൾ ഉള്ള ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ ഇവനെ ആയിരിക്കും കുറ്റപ്പെടുത്തുക, അലക്സിനെ ആയിരിക്കും കുറ്റപ്പെടുത്തുക. ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ട് നീ അവിടെ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒക്കെ ഇത് വരുമ്പോ അലക്സിന് എന്താ തിരിച്ച് പറയുള്ളത്? വീട്ടുകാരുടെ ഒന്നും പറയാൻ പറ്റില്ല അവന്, മനസ്സിലായേ? നിങ്ങൾ മനസ്സിൽ ആലോചിക്കണം. നിങ്ങൾ ഈ ഹെയ്റ്റ് കൊടുക്കുമ്പോ മറ്റെന്താ പറയാ, ഒരുമാതിരി ഇവൻ എല്ലാരും കൂടെ അങ്ങ് ഓമ്പിച്ചിട്ട് പോയിട്ടുള്ള രീതിയിൽ അങ്ങനെ പറയണത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ MRCയിലാണെങ്കിലും അവന് ഇവന്റെ 100% ഇട്ട് കൊടുത്തിട്ടുള്ളൂ, മനസ്സിലായി? ഇവൻ MRCയിൽ TVക്കെതിരെ കളിച്ചോണ്ടിരുന്നപ്പോഴും ഇവൻ നല്ല രീതിയിൽ, എടാ TVയുടെ പ്രീവാർ തന്നെ ഇവനാണ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി എടുത്തത് അവിടെ MRCയുടെ ആയിട്ട് അന്നത്തെ പ്രീവാർ. അപ്പോ നീ ആലോചിച്ച് നോക്കണം, അവരെ ഫുൾ കമ്മിറ്റ്മെന്റോടെ കളിച്ച ഒരു വ്യക്തി, അതായത് എന്നിട്ട് അവനെ ഇങ്ങനെ പറയുമ്പോൾ അത് അവനും നല്ല വിഷമം വരും. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അവന്റെ ഇവൻ പറയുന്നത് 100% ആണ് കൊടുത്തത്. ഇവൻ പറയുന്നത് പോലെ അവന് ഫെയിമും പൈസയാ വേണ്ടതെങ്കിൽ അവന് വേറെ എത്ര ഗ്യാങ്ങിന്ന് ഫുൾ PC പറഞ്ഞ ഓഫർ വന്നിട്ടുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഫുൾ PC കൊടുക്കാന്നും പറഞ്ഞ ഓഫർ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഇപ്പം ഷെയ്ക്കൊക്കെ ഓൾറെഡി PCക്ക് അഡ്വാൻസും കൊടുത്തു കഴിഞ്ഞത് ഷെയ്ക്ക് ലൈവ് പറഞ്ഞിട്ടുണ്ട്. അവനപ്പോൾ അത്രയും നല്ല സംഭവങ്ങൾ ഉണ്ടായിട്ട് അവൻ അതൊന്നും വേണ്ടെന്ന് വെച്ച് മാറണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ റീസൺ ഉണ്ടാവും, തക്കതായ കാരണങ്ങളുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഡയലോഗ് അടിക്കാതിരുന്നാൽ മതി. അത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യുമ്പോൾ അത് ശരിയും, അത് വേറൊരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റും എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതിനാണ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. അലക്സ ലൈവിൽ എന്ത് സീനാണോ? സീനാണോന്ന് ലൈവിൽ ചാറ്റില്? എല്ലാരും ഉണ്ട്. ഞാൻ നിന്റെ ചാറ്റ് ഒന്ന് എടുത്ത് നോക്കട്ടെ. മറ്റേ വൈറ്റ് ലിങ്ക് ഉണ്ടോ? ഞാൻ ഇട്ടുതരാം. വെയിറ്റ് ലിങ്ക് ഇട്ടുതരാം ഒരു മിനിറ്റ്. കാര്യമായിട്ടുണ്ട് അതിന്റെ ചാനൽ. എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്തത്. അപ്പാപ്പനെ തെറി വിളിക്കുന്നു. എന്നെ തെറി വിളിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ പറയാൻ. എനിക്ക് നിന്റെ ഒന്നും സർട്ടിഫിക്കറ്റിന്റെയോ അല്ലെങ്കിൽ നിന്റെ ഒന്നും ഇതിന്റെ ആവശ്യം എനിക്കില്ല, മനസ്സിലായോ? അതുകൊണ്ടാണ് ഇത് കണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത്, മനസ്സിലായോ? അല്ലാതെ മറുപടി പറയാൻ അറിയാത്തോണ്ടൊന്നും അല്ല. ഞാനിവിടെ TV വന്ന് എന്തിനാന്നുള്ളത് അവിടെ കേവലുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം, ഇവിടെ ഉള്ളവർക്കും അറിയാം. എനിക്ക് പിന്നെ ഈ രണ്ട് ഗ്യാങ്ങിനെ ബോധ്യപ്പെടുത്താൽ മതി. എനിക്ക് അപ്പുറത്തെ വീട്ടിൽ അതിലൊക്കെ ചേട്ടനെ അവൻ്റെ അമ്മേനെയും അവൻ്റെ പെങ്ങളെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല, മനസ്സിലായോ? അപ്പം സിമ്പിളാണ്. തെറി വിളിക്കണതൊക്കെ കൊള്ളാം, പക്ഷെ ലാസ്റ്റ് ഇത് കിട്ടാൻ പോണത് വേറെ ഗ്യാങ് മെമ്പേഴ്സിനാണ് കിട്ടണത്. അത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ.
ഇപ്പോഴേ പറയാം, നിങ്ങൾ ഈ പറഞ്ഞ പോലെ തെറി വിളിച്ചിട്ട് മറ്റേ മാസ് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാല് ഇത് കിട്ടാൻ പോണത് മറ്റേ ബാക്കിയുള്ള പ്ലെയേഴ്സിനാണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ കൂടെ നിങ്ങളൊക്കെ മറ്റേ എന്താ പറയാ, മറ്റേ ഈ അണ്ണാന്ന് വിളിച്ച് കിടക്കുന്ന പ്ലെയേഴ്സ് ഉണ്ടാവുമല്ലോ, അവർക്കായിരിക്കും ഇത് കിട്ടുക. ലാസ്റ്റ് പിന്നെ ഇതാവല്ലേ. സമ്മതിക്കണോടാ, ഭയങ്കര ഇവരുടെ ഫാൻ ബേസ് സമ്മതിക്കണം. കാരണം എന്താ വേണ്ട അത് ഇല്ല, പക്ഷെ ഞാൻ എല്ലാരെയും പറയത്തില്ല. അപ്പൊ ഇതിൽ കുറച്ചു പേരൊക്കെ ഇവനെ അതായത് ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നവരുണ്ട്. പക്ഷെ ചിലവര് എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇച്ചിരി പോലും അതായത് ഒരു ബ്രെയിൻ ഉപയോഗിക്കാത്ത കുറച്ച് പേരുണ്ടെന്ന് മനസ്സിലായി. 1% ആൾക്കാർ ഇവന്റെ അടുത്ത് ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് അതായത് ഇതാക്കി വിടുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർക്കാണ് ഈ പ്രശ്നമൊക്കെ. സത്യം പറഞ്ഞ അലക്സ്, നീ ഇതോർത്തൊന്നും വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ഇതൊക്കെ അങ്ങ് പോകും. ഈ 4 പേര് തെറി വിളിക്കാൻ വരുന്നുള്ളൂ, ബാക്കി 40 പേര് നിന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. മനസ്സിലായ? അല്ല, ഞാൻ ആലോചിക്കുന്നത് അതല്ലേ, മീൻസ് ഇന്നലെ വരെ നല്ല രീതിയിൽ മെസ്സേജ് പെട്ടെന്ന് തെറി മീൻസ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് അറിഞ്ഞൂടാ എനിക്ക്. നിനക്കിത് ആദ്യമായിട്ടല്ലേ, ഇനി പോകെ പോകെ ശീലമായിക്കോളൂ. ഇതൊക്കെ സ്ഥിരടാ, ഇതൊക്കെ നമ്മൾ എത്ര 6 കൊല്ലമായില്ലേ. ഇതൊക്കെ ആദ്യമായിട്ടാ മനസ്സിലായി, ആദ്യം ആയതുകൊണ്ടാണ് ഇത് സ്ഥിരമാണ്. Ignore the negative comments and love from TV. Explain Gaming, thank you for the 1 kicks run. ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. നീ നിന്റെ സൈഡ് ക്ലിയർ ആക്കിയിട്ട് നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് നിന്റെ കാര്യം നോക്കുക. അല്ലാണ്ട് അതായത് വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. എക്സ്പ്ലെയിൻ ഗെയിമിംഗ്, താങ്ക് യു ബ്രോ. ലിങ്ക് ഉണ്ടോ? ഇവന്റെ വൈറ്റി ലിങ്ക് ഞാൻ ഇപ്പൊ ഇട്ടുതരാം. വൈറ്റി ലിങ്ക് ഇട്ടുതരാം. ഇവിടെ റീസണൊക്കെ ഓൾറെഡി പറഞ്ഞ്, എത്ര പേർക്ക് അത് ശരിയായിട്ട് തോന്നുന്നു അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇതാണ് പറഞ്ഞത്. ബാക്കിയൊക്കെ തെറി വിളിക്കാനുള്ളവരൊക്കെ വന്ന് വിളിച്ചോ. എൻ്റെ റിക്വസ്റ്റിൽ എപ്പോഴും കാണും തെറി വിളി, വേറെ ഒന്നുമില്ല. എടാ നിന്റെ ചാറ്റിലേ നീ കുറച്ച് മോഡറേറ്റേഴ്സിനെ ഇതാക്കിയടാ. ഞാൻ പറയാൻ വന്ന ഇവിടെ അറിയണ പയ്യന്മാരുണ്ട് മോഡറേറ്റേഴ്സ് ആക്കടാ. ഇറ്റാച്ചിന്റെ ആയിട്ടുള്ള മോഡറേറ്റർ കൈഡാർക്സ് ഉണ്ടാവും, സൗൾ ഗെയിമിംഗ് ഉണ്ട്, പിന്നെ അഷ്ഫാൽ ബ്രോ ഉണ്ട്, വിഫർ ഉണ്ട്, സെഫയർ ഉണ്ട് ചാറ്റില്. ഇവർക്കൊക്കെ മോഡറേറ്റർ റോൾ കൊടുക്കുക. ഒരു സെക്കൻഡ്. സ്ലോ മോഡ് ഓണല്ലേടാ ചാറ്റില്? സ്ലോ മോഡ് ഓണാണ്, എന്നാലും സ്ലോ മോഡ് ഓണാണെങ്കിൽ നല്ല സ്ലോ മോഡ് ഉണ്ട്. 35 സെക്കൻഡ് എന്തോ ഉണ്ട്. എന്നിട്ടാണ് ഇങ്ങനെ 1 മിനിറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ. സബ്സ്ക്രൈബർ ഓൺലി ഇതല്ലടാ ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ സബ്സ്ക്രൈബർ ഉള്ളി ആക്ക്, എന്നിട്ട് 1/2 മണിക്കൂർ കണ്ടാലേ കമന്റ് ഇടാൻ പറ്റത്തുള്ളൂ എന്നാക്ക്. അപ്പൊ നിനക്ക് പിന്നെ അറിയാത്ത മോഡ്സ് ആരെയൊക്കെ ഉണ്ടെങ്കിലേ അവരെ റിമൂവ് ആക്കിയിട്ട് അറിയുന്ന മോഡ്സിനെ ഇടുക. അതായത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്ന മോഡറേറ്റേഴ്സ്, പഴയ മോഡറേറ്റേഴ്സ് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കീപ്പ് ചെയ്തോ. അതല്ലാണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് ചില ഇപ്പൊ ഇതിന് മോഡറേറ്റേഴ്സ് ആരും മാനേജ് പോലും ചെയ്യാൻ നിൽക്കുന്നില്ല. മനസ്സിലായില്ലേ? അല്ല, ഞാൻ പിന്നെ പറഞ്ഞായിരുന്നു, ഇപ്പൊ ഉള്ളവരത്തും പറഞ്ഞു ഒന്നും ഇടണ്ടെന്ന്, പറയാനുള്ളതൊക്കെ പറഞ്ഞോട്ടെ പറഞ്ഞു. എത്ര പറഞ്ഞ ഡിലീറ്റ് ആക്കുന്നു ഇതിന്റെ ഇടയിൽ. ഇല്ല, ഡിലീറ്റ് ആക്കിയാലെങ്കിലും മറ്റേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിട്ടാ, വേറെ ഒന്നുമില്ല. 2 ദിവസം കാണൂടാ, 2 ദിവസം കാണും ഈ തെറി, പിന്നെ അങ്ങ് പൊക്കോളും. റിമൂവ് പ്ലീസ് അവനൊക്കെ മറ്റേ റിമൂവ് പ്ലീസ് എന്ന് പറഞ്ഞ എക്സ്പ്ലൈഡ് വൈറ്റീനൊക്കെ റിമൂവ് ചെയ്തോടാ. അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവൻ ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞു. അല്ല, മാറിയില്ല. രാണ്ടം ചാറ്റി വന്നിട്ടുണ്ട്. എന്തൊക്കെയാ ഈ എന്താണിത്? ഹൾക്ക് നമ്പൂരി ഉണ്ടറാ, ഹൾക്ക് നമ്പൂതിരിക്ക് ഒരു മോഡ് ഇട്ട് കൊടുക്കും. എന്റെ ചാറ്റി തീരെ കണ്ടില്ലേ? ക്യൂട്ട് മിക്ക് ഉണ്ട്.
ടോമിയുടെ പിങ് ജെറ്റ് എന്ന് പറഞ്ഞ പോയേക്കും. ഇഷ്ടംപോലെ മോഡ്സ് ഉണ്ട് ചാറ്റിൽ ലെവലിനെ ആക്കിയോ ഇതാക്കുന്നുണ്ട്. അവരെയൊക്കെ ആക്കിക്കോ. മാർസ് ഇറ്റാച്ച് എന്ത് പറയും ചാറ്റിലൊക്കെ മാർസ് ഇറ്റാച്ച് ഇട്ടു. ഞാൻ എന്റെ ചാറ്റല്ല, അത് അലക്സിന്റെ ചാറ്റാണ്. ഞാൻ പറഞ്ഞു കൊടുത്തത് അവര്. ഇന്ന് കുറച്ചു നേരം മതി. ഇത് മതി. വിഫറിനാക്കി സ്നൈപ്പേഴ്സ് വന്നല്ലോടാ അതിന്റെ ചാറ്റ്. നാളെ എന്തോ കണ്ടന്റ്, ഇന്ന് നൈറ്റ് ഏതോ കണ്ടന്റ് കാണാം കേട്ടാ. ഇതിപ്പോ എല്ലാരും മോഡർ റോള് ചോദിച്ചു നോക്കിട്ടാ. എല്ലാരും മോഡർ റോള് ചോദിക്കുന്നു, എന്നെ മോഡാക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ എടാ അത് നമ്മുടെ മോഡ്സ് ഗ്രൂപ്പ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നിന്നെ ആഡ് ആക്കതില് ചേച്ചി എന്നെ മോഡറേറ്റർ ആക്കുമെന്ന് ചോദിക്കുന്നത്. ഞാൻ അപ്പുറത്ത് ചോദിക്കണേ, എന്റെ ചാറ്റ് വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇന്ന് ഇത്ര പേര് മതിയടാ നമുക്ക് ഇനി കുറച്ച് മതി അത് മതി, അത്ര പേരൊക്കെ മതി. കൺട്രോൾ ചെയ്യും. ഇമാരെ കരച്ചിട്ട് എടുത്തൊരു വഴിയുണ്ട് വേണോ? പക്ഷെ പവർ ഗെയിമിംഗ് പോകും. വേണ്ട. അതും കൂടെ അങ്ങനത്തെ ഒരു കരച്ചിൽ കൂടെ കേൾക്കാൻ വയ്യ. പക്ഷെ ആ കരച്ചില് പിന്നെ മൊത്തം ഇവന്റെ അടുത്തേക്ക് തിരിയില്ല, അപ്പാപ്പന്റെ അടുത്തേക്ക് തിരിയും. അത് ശരിയാ. ഇവന്മാര് ഇവിടെ വന്ന് കരയുന്ന സമയത്ത് ഇവന്മാർക്ക് മനസ്സിലാത്ത കാര്യം, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറിവിളി കേൾക്കാൻ പോകുന്നതും എല്ലാം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായോ? അതാണ് പ്രശ്നം. അത് മനസ്സിലാക്കുക. ആദ്യം തൊട്ട് പറയണത്, നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കിട്ടാൻ പോണത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളിക്കുന്ന പ്ലെയേഴ്സിനായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ചേട്ടന്മാര് മോണിറ്ററിംഗ് പീരീഡിലാണ്, ഗ്യാങ് പോലും ആയിട്ടില്ല. മനസ്സിലായോ? മോണിറ്ററിംഗ് ഒക്കെ കാണിച്ച് ആക്ടിവിറ്റി ഒക്കെ കാണിച്ചാലേ ഗ്യാങ് ആകത്തുള്ളൂ കേട്ടോ. അതൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. വായത് വരുന്ന ഓരോ വാക്കിന് മുന്നേ അതൊക്കെ മനസ്സിലുണ്ടായിരിക്കണം. ചുമ്മാ പറഞ്ഞ അപ്പാപ്പ അങ്ങനെ ഒന്നും ചെയ്യില്ല. അപ്പാപ്പൻ പാവം. എടാ നിങ്ങളുടെയൊക്കെ ഈ പറയുന്ന ലീഡർ തലപ്പത്തിരിക്കുന്ന പല ആൾക്കാരോട്ട് എനിക്ക് പേഴ്സണലി നല്ല ബന്ധമുണ്ട്. ഓക്കെ, സ്ലോ മോഡാണ്. ടോബി ഹേടാ, വെൽക്കം. ഒരു സെക്കൻഡ്, ഒരു കോള് വരുന്നടാ. ഓക്കെ എന്നെ കൂടെ മോഡാ, ഫ്ലിക്കും ഉണ്ട്. പിന്നെ അലക്സേ, വേറൊരു കേസ് ഞാൻ പറയാം. അതായത് നിനക്ക് മറ്റേ ഹെയ്റ്റ് കമന്റ്സ് വരും. ഇപ്പൊ 2-3 ദിവസത്തേക്ക് നിനക്ക് എന്തായാലും ഈ ഹെയ്റ്റ് കമന്റ്സ് ഒക്കെ വരും. അപ്പൊ നീ അത് ഫോക്കസ് ചെയ്യണ്ട, മനസ്സിലായോ? നീ അതിന് റിപ്ലൈ കൊടുക്കാനേ സമയം കാണത്തുള്ളൂ നിനക്ക്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതെല്ലാം അങ്ങ് അണഞ്ഞോളും, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നിന്റെ ലൈവ് നീ നോക്കിയാ മതി. ഹൈറ്റ് ആയിട്ട് ഗ്യാപ്പിൽ അപ്പാപ്പ ഇത് പറഞ്ഞ് കോളിൽ പോയപ്പോഴേക്കും അപ്പാപ്പിനുള്ളത് അവിടെ കമന്റ് പോയടാ, കമന്റ് തെറിവിളിയൊക്കെ തുടങ്ങി. അലക്സ് ഡുവോർ ALEXDUVOR ഇങ്ങനെ അടിച്ചാൽ മതി. അപ്പൊ ഒരു കടി തരും. പിന്നെ അതുവരെ ഹേടാ അപ്പാപ്പനെ അതെന്റെ അപ്പാപ്പനെ മോഡിഷ്യം ചെയ്യുന്ന അപ്പാപ്പ അതൊന്നും വേണ്ട, ഗ്യാങ് ആവട്ടെ എന്നിട്ട് വേണം. എടാ അപ്പാപ്പ ചുമ്മാ പറഞ്ഞാണ്, തമാശക്ക് പറഞ്ഞാണ്. അതുപോലും മനസ്സിലാവാത്തത്, അതുപോലും മനസ്സിലാവുന്നില്ലേ ഇവന്മാർക്ക്? അത് മനസ്സിലാണോ? അവന്മാര് തെറിയൊക്കെ വിളിച്ചു തുടങ്ങി. അപ്പൊ ആലോചിച്ച് നോക്ക, അവരുടെ ആ ഒരു എന്താ പറയാ തിങ്കിങ് രീതി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. സിമ്പിൾ ആണ്. നിങ്ങളുടെ ഈ പറയുന്ന അതിന്റെ ലീഡറായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ സംസാരിച്ച് ഞാൻ കാര്യം പറഞ്ഞതാണ്. ഇപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്ക്. അല്ലാതെ ചെറുക്കെ ഈ പറയുന്ന പോലെ സിമ്പിളാണ്, വളരെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആർക്കാണേലും ഒരു പോക്സോയോ അല്ലെങ്കിൽ ഡ്രഗ് കേസോ ഉള്ളൊരു ഗ്യാങ്ങിൽ കളിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അത് പലരും പറയാത്തതായിരിക്കും. ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പകുതി പേരും ഇറങ്ങി പോകുമായിരിക്കും. കാരണം എല്ലാവരുടെയും വീട്ടിൽ അറിയുന്നൊരു കാര്യമാണ്, കേരളം മൊത്തം അറിഞ്ഞൊരു കാര്യമാണ്. എന്നിട്ടും അതിനെയൊക്കെ താങ്ങി പിടിച്ച് സപ്പോർട്ട് ചെയ്ത് നിന്നെയൊക്കെ വേണം പറയാൻ. എടാ ഉളുപ്പില്ലടാ നിനക്കൊക്കെ, തൊലിക്കട്ടി ഭയങ്കര അപാരം തന്നെ കേട്ടോ. കുറച്ചെങ്കിലും ഉളുപ്പ്. നീ ഒന്ന് ഇവിടെ വന്ന് ഇവനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. തെറി വിളിക്കാതെ നിന്റെ പണിയെ നോക്കി പോ. അവിടെ പോയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ നോക്ക്. ചെല്ല്, അവരിപ്പം മൊത്തത്തിൽ ഡൗൺ ആയി നിൽക്കുന്ന സമയമാണ്. അപ്പൊ അവരെ പോയി അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്ക്. അല്ലാതെ ഇവിടെ കിടന്ന് നീ ഒന്നും കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് മനസ്സിലാക്ക്.
നീ ഇവിടെ നിങ്ങളൊക്കെ ഇവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ മറ്റേ ആ ഗ്യാങ് ഉണ്ടല്ലോ CR7 അപ്പാവാൻ പോണൂല്ല. RC7 സോറി ക്ഷമിക്കണം. അവരുടെ ഗ്രൂപ്പ് ഇളകിയെന്ന് കേട്ടെ. ഇറ്റേച്ചി ക്ഷമിക്കണം guys. CR7 അല്ല RC7. അങ്ങനെ വരുന്നുള്ളൂടാ. നീ തൊപ്പിയുടെ ഫാനല്ലേ പിന്നെ ആരുടെ ഫാനാ വരെ നീ ഇവിടെ ഒന്ന് നീ കുറയ്ക്കുമല്ലേ നീ നിന്റെ അച്ഛനാണോ ഇതിന്റെ ഓണർ? വേണ്ട 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 സോറി ഗൈസ്, ഫാമിലി ഫ്രണ്ട്ലി. സോറി ബ്രോ, ബ്രോയുടെ ഫാദർ ആണോ ഈ ഗ്യാങ്ങിന്റെ ഓണർ? ചൂടായിട്ട് ബ്രാവോ, നീ എന്റെ ലൈവ് കാണണേ. ഇന്നലെ നമ്മൾ കുറെ ആയി കൂടെ കൂടിയിട്ടെന്നോ ഡോക്മെട്രിക്സ് എനിക്ക് മനസ്സിലാവില്ല എന്താ ഉദ്ദേശിച്ചത്. പോർച്ചുഗൽ ഗ്രൂപ്പിലെത്തി ക്ലിപ്പ് ചാറ്റ് ഇല്ല ഞാൻ ഉദ്ദേശിച്ചത് CR7 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഗ്യാങ് ആണ് RC7. അത് എനിക്ക് വായിൽ വരുന്ന CR7 ആയിട്ടാണ്, വേറൊന്നുമല്ല. അല്ലാണ്ട് ഞാൻ അങ്ങനെ എന്താ പറയാ, ഞാൻ റൊണാൾഡോ ഹേറ്റർ അല്ല, ഞാൻ റൊണാൾഡോ ഫാനാണ്, മനസ്സിലായോ? ഹേറ്റർ ഫാനൊന്നുമല്ല, ഞാൻ നെയ്മർ ഫാനാണ്. കണ്ടില്ലേ പറഞ്ഞിട്ടില്ലേ? ഒരു കോൾ വരുന്നടാ. ഷെയ്ക്ക് ആദ്യം KV മുമ്പിച്ച്, എന്നിട്ട് MRC ഡൗൺ ആയപ്പോ അവരെ മുമ്പിച്ച്. അതൊന്നും അമ്മക്കൊന്നും പറയില്ല. അല്ലടാ, അപ്പാപ്പ ഓൾറെഡി പറഞ്ഞത് വളരെ അതായത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് KV എന്ന് മാലിക്ക് വന്നപ്പോ ലൈക്ക് എന്താ പറയാ, KVയിലെ ആൾക്കാര് അതായത് ഹെയ്റ്റ് കൊടുക്കുമ്പോ എന്തൊക്കെയാ പറഞ്ഞു, ഇങ്ങനെ ഹെയ്റ്റ് കൊടുക്കില്ലേ എന്ന് പറഞ്ഞിട്ട് MRCയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നല്ലോ, മനസ്സിലായില്ലേ? ഇറ്റാച്ചി പറഞ്ഞിട്ട് എന്റെ ചാറ്റ് ഇപ്പൊ ഫുൾ പ്രശ്നമായിട്ടാ. ഇറ്റാച്ചി കുറെ നേരമായി നമ്മുടെ അണ്ണനെ പറയാൻ നിർത്താൻ പറഞ്ഞതൊക്കെ. ഇതെന്താ എടാ ഞാൻ നിങ്ങൾക്ക് ഇത് ഇത്തിരിയെങ്കിലും ആലോചിച്ചൂടാ, ഞാൻ റൊണാൾഡോനെ കുറിച്ചല്ല പറയണേന്ന്. അലക്സിന്റെ ചാറ്റിന് പറഞ്ഞു റൊണാൾഡോയ്ക്ക് കപ്പില്ല, MRCക്ക് ബ്രെയിനും ഇല്ലെന്ന്. അതെ, ഇതൊന്നും ഞാൻ പറഞ്ഞല്ല കേട്ടാ, ഇത് എടാ ഫുട്ബോൾ ഒന്നും ഇതിലോട്ട് വലിച്ചിട്ടില്ലേ? ഇവിടെ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങൾ നടക്കും, മനസ്സിലായില്ലേ? വല്ലവന്റെയും ബോക്സ് ഡ്രഗ് മുമ്പ് വരെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും. ഉണ്ടായിരുന്നു നീയൊക്കെ അത് കാണത് വേണ്ട. ഒരുത്തരൊന്നും പറയല്ലടാ, പറയടാ, വാതറടാ, നീയൊക്കെ തീർന്ന നിന്റെ ഒക്കെ കേടാ. അതിന് മാത്രം നിനക്കൊന്നും ഉത്തരവില്ലേ പറയാൻ? അതിന് മാത്രം ഉത്തരവില്ല നിനക്കൊന്നും. അല്ല പിന്നെ എടാ നീ പറഞ്ഞ അലക്സ്, നിനക്ക് എന്താ പറയാനുള്ള പറഞ്ഞു? ഇവരെന്താ പറയുന്നത് നോക്കട്ടെ, നീ പറഞ്ഞേ. നിനക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞിട്ട്, അതായത് ഇനി നീ MRCനെ കുറിച്ച് ഇവിടെ പറയാൻ പാടില്ല. ഇതോടെ ഈ ലൈവില് പറഞ്ഞു ഇത് തീർക്കണം. അടുത്ത ലൈവിൽ ഇനി നിനക്ക് വേറൊരു സംസാരം ഉണ്ടാവാൻ പാടില്ല ഈ ടോപ്പിക്കിൽ, മനസ്സിലായില്ലേ? നിനക്ക് എന്തൊക്കെ പറയാനുണ്ടോ ഇവരുടെ എല്ലാം പറഞ്ഞു. നിനക്ക് അവരാധിക്കാനാണെങ്കിൽ അവരാധിച്ചോ, ഒരു കുഴപ്പമില്ല. ഇല്ലടാ. ഞാനൊരു കാര്യം പറയാം. ഇവനോട് സംസാരിച്ച് വെച്ചിട്ട് ഇവൻ ഓൾറെഡി പറഞ്ഞു ഇവന് ആ ഗ്യാങ്ങിനോട് നല്ല രീതിയിൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, ഇവന് ആക്ച്വലി ആ ഗ്യാങ്ങിനോട് എല്ലാവരോടും കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഷെയ്ക്കിന് എല്ലാവരും ഭയങ്കര കാര്യമാണ് ഇവന്. പക്ഷെ ഇവന്റെ വീട്ടിലെ സമ്മർദ്ദവും പല പ്രശ്നങ്ങളും പല കാരണങ്ങളും കൊണ്ടാണ് അവനവിടുന്ന് മാറേണ്ടി വന്നത്, മനസ്സിലായോ? അത് മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധി ഇല്ലാത്തവന്മാര് ഇവിടെ ഒന്നെങ്കിൽ ലൈവ് കാണാതിരിക്കുക, അല്ലെങ്കിൽ ഇവിടെ തെറി പറയാതിരിക്കുക. തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും തെറി പറയാൻ അറിയാത്തതുകൊണ്ടല്ല ബ്രോ, അത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ആർക്കും എന്താ പറയുക, തെറി പറയാൻ അറിയാത്തതുകൊണ്ടല്ല. ഇവിടെ ഞാൻ വേറൊരെണ്ണം കണ്ടായിരുന്നു, ഞാൻ അത് പറയാൻ മറന്നുപോയി. എന്തായിരുന്നു തെറി പറയുന്നത്? എന്തായിരുന്നു ഒരുമാതിരി എന്താ വളർത്തു ദോഷം എന്നുള്ള രീതിയിലാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, തെറി പറയുന്നത് വളർത്തു ദോഷം കൊണ്ടല്ല. ഈ തെറി പലരും നമ്മൾ പഠിക്കുന്നത് പല കാര്യങ്ങൾ കൊണ്ടാണ് പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് പഠിച്ചത്? പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇതേപോലെ പല ഡാഡിലെസ് ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്നത് കമന്റ് ഇടുമ്പം എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പൊട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്, നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. സത്യം പറഞ്ഞ സത്യം. ആരും വേണമെന്ന് വെച്ച് തെറി പറയുമോ? ചുമ്മാ ലൈവ് നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്, നല്ല സ്മൂത്ത് ആയിട്ട് ഹാപ്പി ആയിട്ട് പോകുമ്പോൾ എന്തിനാണ് തെറി പറയുന്നത്? ആരും പറയത്തില്ല. ഷെയ്ക്ക് ATB Alex, don't spread hate guys. He chose another good opportunity due to his personal issues. Yes. അതാണ് അവർക്ക് ആ കാര്യം മനസ്സിലായി. അപ്പൊ അത് ഈ പറഞ്ഞ ഓഡിയൻസിനും അത് മനസ്സിലാവണം, അത്രേ ഉള്ളൂ. പ്രശ്നം തീർക്കാൻ വന്ന ഇറ്റാച്ചി ഇപ്പൊ പ്രശ്നമാണ്. ഞാൻ ഇന്നലെ ഷെയ്ഖിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ഷെയ്ഖിനോട് പറഞ്ഞൊരു കാര്യമാണ്, ഷെയ്ഖെ ഇതെല്ലാം പാർട്ട് ഓഫ് ഇതാണ്, ലൈഫാണ്, മനസ്സിലായോ? ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തവരൊക്കെ ചിലപ്പോൾ നമ്മളെ വിട്ട് പോകും.
അത് ഓർത്ത് വിഷമിച്ചിരിക്കാനാണെങ്കിൽ വിഷമിച്ചിരിക്കാൻ മാത്രമേ സമയം കാണത്തുള്ളൂ എന്ന് ഞാൻ ശേഖരോട് പറഞ്ഞേ. അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുക, അടുത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. അതെ, സിമ്പിളാണ്. അത് ഓൾറെഡി പറഞ്ഞാണ്, അത് നിങ്ങളുടെ ഓഡിയൻസോട് വേണ്ടി പറയുന്ന കാര്യമാണ്. ഒരു കാര്യം ചെയ്യൂ അലക്സേ മോനെ, ഓ നിനക്ക് ഇനി സമാധാനമായി. ഇപ്പൊ എല്ലാരും ഒന്ന് ശാന്തമായിട്ടുണ്ട്. ഉം. ഇനി നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു വട്ടം കൂടെ പറയുക, എല്ലാം പറഞ്ഞു തീർക്കുക ഈ ഒറ്റ വട്ടം പറയുമ്പോൾ. പറഞ്ഞിട്ട് ഈ സംഭവം അവസാനിപ്പിക്കുക, മനസ്സിലായോ? അത് കഴിഞ്ഞ് RP കയറുക, എന്താന്ന് വെച്ചാൽ ചെയ്യുക. പിന്നെ ഒരു ലൈവിൽ ഇതിനെപ്പറ്റി സംസാരിക്കരുത്, കേട്ടോ? ഇല്ലില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു, കാര്യങ്ങൾ മൊത്തം പറഞ്ഞു. സംസാരിക്കാൻ വയ്യ, സത്യം പറഞ്ഞു. മൊത്തം പറഞ്ഞു. പിന്നെ പിന്നെ ലീവ് കുഴപ്പമില്ലടാ. ചെയ്ത് നീ ആ. നിന്റെ നീ എന്താ നിന്റെ നിനക്ക് പരിപാടി ഗെയിം കളിക്കണമെങ്കിൽ ഗെയിം കളിക്കുക, പരിപാടി അല്ലെങ്കിൽ നോക്കാം. എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി. തീരൊന്നുമില്ല. നീ എങ്കിലും ആടാ. സിറ്റി കയറിയിട്ട് സിറ്റി കയറുന്നെങ്കിൽ സിറ്റി കയറ്, Welcome. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളിക്കുന്നെങ്കിൽ വേറെ എന്തെങ്കിലും കളിക്ക്. ഈ ടോപ്പിക്ക് ഇനി നിങ്ങൾക്ക് ഇനി എന്താണ് കാരണം എന്ന് ഒന്നും കൂടെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി. അവൻ ഓൾറെഡി എല്ലാ കാര്യവും A to Z എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു തെറിപ്പ് എന്തൊക്കെയാടാ നിന്റെ ചാറ്റിൽ എന്താ എന്നെ പറയണത്? പറഞ്ഞിട്ട് നീ CR7 പറഞ്ഞില്ലേ CR7 പറഞ്ഞു പിന്നെ പിള്ളേർ ഇത് അല്ല, ഹെയ്റ്റ് അല്ല പറയണെന്ന് വെച്ചാൽ തരിപ്പൻ ലീഡർ ഇറ്റാച്ചി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇട്ടിരിക്കണത്. എന്തോ സംഭവം. കുഴപ്പമില്ല, അത് വിട് എന്തേലും ആവട്ടെ. തരിപ്പിച്ചാറ്റിക്ക് ചെയ്യുന്നൊക്കെ. എടാ അലക്സേ, ഓ ആൾക്കാരൊക്കെ നിന്റെ POV ചോദിക്കുന്നു. മറ്റേ നീ വെടിവെച്ച POVയും അതെല്ലാം കാണിച്ചിട്ട് നീ, അതായത് എല്ലാം മറ്റേ കണ്ടന്റ് ആയിട്ടൊക്കെ വന്ന് ഇരിപ്പിട്ടില്ല. ഞാൻ POV എടുക്കുന്ന മൊത്തം കണ്ടന്റ് ആവുന്നുണ്ട്. ആണോ? ഞാനൊന്നും എടുത്ത് വെച്ചിട്ടില്ല സേവ് ചെയ്ത് കാണിക്കാനൊന്നും. അല്ലാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ നിന്റെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കുക, അല്ലെങ്കിൽ നിന്റെ കണ്ടന്റ് ആണെങ്കിൽ കണ്ടന്റ് കാണിക്കുക. എന്നിട്ട് നിനക്ക് ഗെയിം ഞാൻ കളിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും സിറ്റി ഇത് കയറി. ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ പോലെ വന്നത്. ഇത് എന്നാലും ഇപ്പൊ ഞാൻ നിർത്തും. അത് കഴിഞ്ഞ് നാളെ മറ്റന്നാളെ വരാം, ദയവായിട്ട് വരാമല്ലോ. POവിന്റെ കാണിക്കാണ്ട് കാണിച്ച് നിർത്തിക്കോ. ഓക്കെ നടക്കട്ടെ, ഞാൻ ഓക്കേ. മ്യൂട്ട് ചെയ്യണേ. നടക്കട്ടാ. നീ ബാക്കി എന്തെങ്കിലും സംസാരിക്കണേ സംസാരിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്കി എന്താ വെച്ചാൽ ചെയ്യുക കേട്ടാ. ഞാൻ Okay. സിറ്റി കാണും. ഇറങ്ങുന്നടാ ഞാൻ. ഓക്കെ ഓക്കെ. ഇറ്റാച്ചിന് 1K അൺഫോളോ അടിച്ചെന്ന്. അതിനകത്ത് തന്നെ വേണം നല്ല അൺഫോളോ അടി. കയ്യിലിരിപ്പൊക്കെ എന്റെ അണ്ണനെ പറഞ്ഞ പിന്നെ സ്കൈഡോക്സ് ഞാനും പോയിട്ട് വരാം. സിറ്റി പോയിട്ട് ബൈ ബൈ. പറയാനുള്ള എല്ലാം ലെവലിന്റെ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ട്. എന്റെ റീസൺസ് ആണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നുമല്ല. വേറെ ആരുടെയും കാര്യമൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, പറയാതൊന്നുമില്ല. ഇനി ഈ ടോപ്പിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. പിന്നെ എല്ലാവരും കുറുബ്രോന്റെ അടുത്ത് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഷെയ്ക്കിന്റെ അടുത്ത് പറഞ്ഞ്, മാക്കിന്റെ അടുത്ത് പറഞ്ഞ്, കുറുബ്രോന്റെ അടുത്തും പറഞ്ഞു. പിന്നെ നോക്കി എന്നെ വിളിച്ചത്, നോക്കിയിട്ട് സംസാരിച്ചു. ഇവര് 4 പേർക്ക് പറയാനുള്ള സമയം കിട്ടിയല്ല എനിക്ക്. ഞാൻ 1 മാസം 2 മാസം ഒന്നും മീൻസ് ഇങ്ങനെ ഇതിന്റെ പുറകെ നടന്നതല്ല, മനസ്സിലായില്ലേ? ഇത് നമ്മൾ 2 ദിവസം 3 ദിവസത്തിന്റെ ഇടയിലാണ് ഇത് നടന്നത്. ഞാൻ അതില് എനിക്ക് ബാഡുണ്ട്. എനിക്ക് ഗോഡിന്റെ അടുത്താണെങ്കിലും പപ്പടത്തിന്റെ അടുത്താണെങ്കിലും ഒന്നും പറയാൻ പറ്റിയില്ല. എനിക്കറിയാം അവരൊക്കെ ബാഡാണെന്നും അറിയാം. എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ സോറി പറയാനുള്ളൂ, വേറെ ഒന്നിലും ഒന്നും പറയാനില്ല എനിക്ക്. കുറുപ്പ് അപ്പോളേക്കും ബ്രോ ആയാലും എടാ, ഞാൻ കുറുപ്പ് ബ്രോ എന്ന് തന്നെയല്ലടാ അന്നും ഇന്നും വിളിക്കുന്ന. പിന്നെ ഞാൻ വേറെ എന്താ വിളിച്ചുകൊണ്ടിരുന്ന കുറുപ്പ് ബ്രോനെ ഇത്രയും നാള്? എന്തൊക്കെയാടാ പറയുന്നത്? എനിക്കറിയാം എല്ലാരും നല്ല ബാഡായി എന്നൊക്കെ അറിയാം. ഇത് കുറെ പേര് എനിക്ക് അല്ലാതെ മെസ്സേജ് അയച്ചായിരുന്നു, നല്ല രീതിയിൽ മെസ്സേജ് അയച്ചായിരുന്നു. തെറിവിളി മാത്രമൊന്നുമല്ല, ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ എല്ലാരും നല്ല രീതിയിൽ മെസ്സേജ് അയച്ച്
പിന്നെ ഇവിടുത്തെ ഓഡിയൻസും എനിക്ക് ഒരുപാട് മെസ്സേജ് എനിക്ക് ആർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും എനിക്ക് മൈൻഡ് ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ മൈൻഡ് ഇല്ലായിരുന്നു. കാര്യം ഞാനും ഇന്നലെ ഒരു 7 മണി 8 മണി ആ ഒരു ടൈമിലാണ് എനിക്കൊരു കൺഫർമേഷൻ പോലെ ആയത്. ഇതിന്റെ ഇടയ്ക്ക് എല്ലാവരെയും വിളിച്ച് സംസാരിക്കാനോ പറയാനോ ഒന്നും പറ്റിയില്ല. സെന്നിക്സിന്റെ അടുത്തും ആരടുത്തും വിളിച്ച് പറയാൻ ഒരു സാവകാശം കിട്ടിയില്ല. ഒരു ബ്രോൻ്റെ ഞാൻ ഓൾറെഡി സംസാരിച്ച് കാര്യമൊക്കെ പറഞ്ഞ് സാഞ്ചിയൊക്കെ വന്നല്ലേ. സാഞ്ചി വെൽക്കം. വേറെ ഒന്നും പറയാനില്ല. ഞാൻ എന്നാ പിന്നെ ഇപ്പൊ ലൈവ് നിർത്താം. പിന്നെ കിക്ക് ഞാൻ എൻ്റെ പഴയ കിക്ക് എന്തായാലും ഇനി നോക്കുന്നില്ല. അത് എന്തായാലും അവിടെ ഉള്ള RP ഒക്കെ കളിച്ച് അവിടെ നിന്ന് ചെയ്തില്ല. വേറെ ഞാൻ പുതിയ കിക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ആണെങ്കിൽ ഞാൻ വീഡിയോ എല്ലാം പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. കുറെ പേര് എനിക്ക് അല്ലാതെ പേഴ്സണലി ഒന്ന് മെസ്സേജ് അയച്ചായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്, വേറെ ഒന്നുമല്ല. പുതിയ കിക്കിന്റെ കാര്യം ഞാൻ പറയാൻ വഴി അതിൽ വേറെ ഒന്നും ഇല്ല പറയാൻ. ഞാൻ മാക്കിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു. മാക്കിൻ്റെ അടുത്ത്, ഷെയ്ക്കിൻ്റെ അടുത്ത്, കുറുപ്പിൻ്റെ അടുത്ത് എല്ലായിടത്തും സംസാരിച്ചായിരുന്നു. പിന്നെ ഇന്നലെ എനിക്ക് മൊത്തം കാര്യം പറയാനുണ്ട്. ഒരു ടൈമും ഒന്നും കിട്ടിയൊന്നുമില്ല. പറയാനുള്ളത് പറയണ്ട, വേറെ ഒന്നുമില്ല. RP കയറുന്നു. RP കയറിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ എന്തായാലും കയറുന്നില്ല. ഇപ്പൊ മൈൻഡും ഇല്ല എന്തായാലും കയറാൻ. ഷാദോറോ താങ്ക് യു. ഞാൻ POV അങ്ങനെ സത്യം പറഞ്ഞ എടുത്ത് കട്ട് ചെയ്ത് വെക്കാറില്ല. മിക്കതും മറ്റേ പ്രൈവറ്റ് ലൈവ് ഇട്ടാ ചെയ്യുന്നു. അപ്പൊ ഉള്ളതെല്ലാം ഉള്ള POV മൊത്തം മറ്റേ കണ്ടന്റ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. വേറെ ഒന്നും ഇല്ല POV ആയിട്ടൊന്നും. പിന്നെ പണ്ടത്തെ KBFC കളിച്ച POV ഒക്കെ ഉള്ളു. അതും കുറച്ചൊക്കെ എടുത്ത് സേവ് ചെയ്ത് ഞാൻ പതുക്കെ ഞാൻ സെറ്റ് ആക്കാം. അടുത്ത ലൈവിൽ വരുമ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. സിറ്റി കയറി എന്തെങ്കിലും ചെയ്യാം. ആ റോള് കിട്ടി. റോള് ഞാൻ സിറ്റിക്കകത്ത് ഞാൻ ഇന്ന് കയറിയില്ല. സിറ്റിക്കകത്ത് സത്യം പറഞ്ഞ ഒന്നിനും ഫൈറ്റ് ഇല്ലായിരുന്നു. വെറുതെ ഇരിക്കായിരുന്നു. എനിക്ക് എന്നെ ആഡ് ചെയ്തിട്ടുണ്ട് കാപ്പി ബ്രോ. സിറ്റിയിൽ ഞാൻ കയറി. എനിക്ക് എന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ റോള് മേടിച്ചില്ല. ഇത് സിറ്റിയിൽ ഇതുവരെ കയറിയിട്ടില്ലെന്ന്. ഇപ്പൊ കയറി മേടിക്കാം. എന്തായാലും റോള് മേടിക്കുന്നുണ്ട്. ആ ഇത് ഹൾക്ക് ദമ്പൂതി നോക്കാം. ഇപ്പൊ ബൈ ഗൈസ്, ഞാൻ വരാം. എനിക്കിനി ഈ ഒരു ഇതിൽ ആരത്തൊന്നും സംസാരിക്കണമെന്നില്ല. ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ് നിർത്തുക. വേറെ ഒന്നുമില്ല. ആരടുത്തും ഒരു ഹിറ്റും ഇല്ല. പിന്നെ ഞാനും ആരോടൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ആരത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ റീസൺസ് ഞാൻ ലൈവിന്റെ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ട്. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ റീസണാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നുമില്ല. ബൈ ബൈ.